മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ രേഖകൾ ഇഡിക്ക് ലഭിച്ചു. 134 രേഖകളാണ് ലഭിച്ചത്. രേഖകൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു. വീണ ടിയെ ഇഡി വീണ്ടും തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. അജ്ഞ രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. അജ്ഞ 134 രേഖകൾ അത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. SFIOയിൽ നിന്ന് ഇഡിയിലേക്ക് മാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് വീണയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് മനസ്സിലാകുന്നു. കുരുക്ക് മുറുകയാണ് വീണയ്ക്ക്. ഒന്നാമത്തെ കാര്യം. രണ്ട്, വീണയുടെ മൊഴി ആദ്യം 8.5 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു വീണയെ. അവിടെ നിന്നുകൊണ്ട് വീണ്ടും വീണയിലേക്ക് നീങ്ങുമ്പോൾ ഈ മൊഴികൾ താരതമ്യം ചെയ്യുക, അത് തെളിവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് പോകും. കുരുക്ക് വീണ്ടും മുറുകയാണോ വീണയ്ക്ക്? ഹരി, SFIOയുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഇഡിക്ക് ലഭിക്കുന്നത്. 134 രേഖകളാണ്. SFIO ഇതിനകം ഈ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇഡി അന്വേഷണത്തിലേക്ക് വന്നത് തന്നെ. പക്ഷേ SFIOയുടെ ആ കുറ്റപത്രത്തിന്റെ രേഖകൾ ഇഡിക്ക് കൈമാറാൻ കാലതാമസം എടുത്തിരുന്നു. നേരത്തെ ഇഡി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇഡി ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് ഇറങ്ങിയിരുന്ന സാഹചര്യത്തിൽ പോലും ഈ റിപ്പോർട്ടുകളുടെ അഭാവത്തിൽ നേരത്തെ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള സാങ്കേതികമായ തടസ്സമുണ്ടായിരുന്ന സാഹചര്യത്തിലും ആ ഇഡി അന്വേഷണം നിർത്തിവെക്കുകയായിരുന്നു. പക്ഷേ ഈ SFIOയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഇടങ്ങളിലെ ഇത്തരത്തിലുള്ള അഴിമതികൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായും SFIO അന്വേഷിക്കുന്നത്. അത്തരം ഇടങ്ങളിലെ കുറിച്ചാണ്, അത്തരം ഇടങ്ങളിലെ ട്രാൻസാക്ഷനുകളെ കുറിച്ചാണ്. അങ്ങനെയുള്ള റിപ്പോർട്ടിൽ നിന്നുമാണ് 134 രേഖകൾ SFIO ഇപ്പോൾ ഇഡിക്ക് കൈമാറിയിരിക്കുന്നത്. ഇഡിക്ക് ആ രേഖകൾ കിട്ടാനുള്ള കാലതാമസം ഒരു വലിയ പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇഡി വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും ദീർഘനേരം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനു മുൻപും നമുക്കറിയാം 12 ഇടങ്ങളിൽ നടത്തിയ ആ റെയ്ഡിനിടയിലാണ് വീണയെ ആദ്യമായി ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അത് ഔദ്യോഗികമായ ചോദ്യം ചെയ്യലായിരുന്നു. പക്ഷെ അപ്പോഴും വീണയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും മറ്റ് ഡിജിറ്റൽ ഡിവൈസുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന നീക്കത്തിലേക്ക് മീഡിയ അന്ന് കടന്നിരുന്നതാണ്. തുടർന്ന് നോട്ടീസ് നൽകുകയും ആദ്യഘട്ടത്തിൽ വീണ അനാരോഗ്യം വ്യക്തമാക്കുകയും പിന്നീട് നിർബന്ധമായും ഹാജരായി പറ്റൂ എന്നുള്ള തരത്തിലേക്കുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നതാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ വീണയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നതും വീണ എത്തിയതും. അത് വീണ്ടും 29-ാം തീയതി, അതായത് വീണയുടെ മൊഴികളുമായിട്ട് SFIOയുടെ റിപ്പോർട്ട് മറ്റ് രേഖകളൊക്കെ പരിശോധിച്ച ശേഷം വീണ കുറച്ച് രേഖകൾ ഇഡി ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് രേഖകൾ, നിർണായക രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യലുണ്ടാവും 29-ാം തീയതി. എന്തായാലും CMRലുമായി ബന്ധപ്പെട്ടുള്ള എക്സാലോജിക്കിന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്, സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ സേവനം നൽകിയെന്ന് വീണ വെർബലി പറയുന്നുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് വീണ ഇഡി അറിയിക്കുന്നുണ്ട്. വീണ ചോദ്യം ചെയ്ത ഇടങ്ങളിലെല്ലാം അത് അറിയിക്കുന്നുണ്ട്. പക്ഷേ 1.5 കോടി രൂപയുടെ അധികമുള്ള ഈ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ, 1.8 കോടി രൂപയുടെ കണ്ടെത്തൽ, ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ, അതേ തുടർന്നാണ് ഈ വലിയ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്നതും. അതിൽ 8 ലക്ഷം രൂപയായിരുന്നു മാസപ്പടിയായിട്ട് CMRL എക്സാലോജിക്ക് നൽകിയത്. 5 ലക്ഷം വീണയ്ക്കും 3 ലക്ഷം കമ്പനിക്കും എന്നുള്ളതാണ്. ഇത് IT സേവനങ്ങൾ നൽകി എന്ന് പറയുന്ന സാഹചര്യത്തിൽ വീണയുടെ കമ്പനി സ്കൂളുകൾക്കും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമൊക്കെ സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണെന്നിരിക്കെ ഏത് ഇടത്താണ്, ഏത് സാഹചര്യത്തിലാണ് CMRലിന് സേവനം നൽകിയത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് വീണ തെളിയിച്ചേ മതിയാവുകയുള്ളൂ. വീണ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം, അതായത് കോടികളുടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ കൃത്യമായ രേഖകൾ അണുവിട തെറ്റാതെ വേണം എന്നുള്ള നിയമം ബാക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ വാക്കാൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻ നടന്നുവെന്ന് വീണ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് പാളിപ്പോകാനുള്ള എല്ലാ സാധ്യതയും. വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ഇഡി നീങ്ങുകയാണെന്നാണ് വാർത്താജ്ഞ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.